മാത്സിലേക്ക് സ്വാഗതം. ഇന്ന് PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് വന്ന ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാണ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ പരീക്ഷാ ഹാളിൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്പർ സീരീസ്, അത് സംഖ്യാശ്രേണികൾ, നമ്പർ സീരീസ്. വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. ഈ ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. അത് 2, 6, 12, 20-42. ഇവിടാണ് മിസ്സിങ് നമ്പർ. ഇവിടെ 2, 4, 6, 6, 12, 12, 8, 20, 4, 6, 8, ഇവിടെ 10 വരും, ഇവിടെ 12 വരും. അതായത് 2, 4, 6, 6, 12, 12, 8, 20, 20, 10, 30 ആകാറുണ്ട്. 30. 4 കൂട്ടി 6 കൂട്ടി 8 കൂട്ടി 10 കൂട്ടി 12 കൂട്ടി 4 കൂട്ടി 6 കൂട്ടി 8 കൂട്ടി 10 കൂട്ടി 12 കൂട്ടി 2, 4, 6, 6, 12, 12, 8, 20, 20, 10, 30, 30, 12, 42. ഓപ്ഷൻ എ ആണ് ഉത്തരം. 42. അത് ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ഇതിൻ്റെ ഗ്യാപ്പ് നോക്കാം. 2, 4, 6, 6, 12, 12, 8, 20. ഇവിടെ 4 കൂട്ടി 6 കൂട്ടി 8 കൂട്ടി ഇവിടെ 10 കൂട്ടണം, ഇവിടെ 12 കൂട്ടണം. ആ സീരീസിൽ ഈ സമാനമായ ബന്ധത്തിൽ വേണം ഇത് പോകാൻ. 2, 4, 6, 6, 12, 12, 8, 20, 20, 10, 30. ഇവിടെ 30 ആണ് വരേണ്ട. 30, 12, 42. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് 1, 1, 2, 2, 3, 5, 5, 5, 10, 10, 7, 17. 1 കൂട്ടി 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി ഇനി 9 കൂട്ടണം. 17, 9, 26. 1 കൂട്ടി 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി 9 കൂട്ടി ഒറ്റ സംഖ്യകളാണ് കൂട്ടിയേക്കുന്നത്. ഇനി അടുത്ത 11 കൂട്ടണം. അതായത് 26, 11, 37. ഓപ്ഷൻ സി ആണ് ഉത്തരം. 37. ഇവിടെ ഈ സംഖ്യാശ്രേണി, ഈ ശ്രേണി എങ്ങനെയാണ് പോയേക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോൾ 2 കിട്ടി. 2, 3 കൂടെ കൂട്ടിയപ്പോൾ 5 കിട്ടി. 5, 5 കൂടെ കൂട്ടിയാൽ 10 കിട്ടും. 10ഉം 7ഉം കൂടെ കൂട്ടിയാൽ 17 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിയത് കിട്ടും. ഇനി 17ഉം 9ഉം കൂടെ കൂട്ടിയാൽ 26 കിട്ടും. ഇവിടെ ഒറ്റ സംഖ്യകളാണ് കൂട്ടിയേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തുവാ? 1, 3, 5, 7, 9 എക്സെട്ര. അതായത് ഓഡ് നമ്പേഴ്സാണ് കൂട്ടിയേക്കുന്നത്. ഇനി അടുത്ത ഓഡ് നമ്പർ ഏതാ വരിക? 11 കൂട്ടുക. 1ഉം 1ഉം 2, 2, 3, 5, 5ഉം 5ഉം 10, 10ഉം 7ഉം 17, 17, 9, 26, 26, 11, 37 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 3, 5-1, 3, 5-3, 4, 4, 5-2. അടുത്ത സംഖ്യ. ഈ സംഖ്യാശ്രേണിയുടെ പ്രത്യേകത എന്തുവാന്ന് നോക്കാം. 3, 5-1 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 3 + 5-1 എഴുതാം. 3 + 5-1 എഴുതാം മിശ്രഭിന്നത്തെ. നമുക്ക് ഈ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നോക്കാം. 3 + 5-1 കൂടെ എത്രയും കൂടെ കൂടുമ്പോഴാണ് 3, 5-3 കിട്ടുന്നത്. അതായത് ഒരു 2/5 കൂടെ കൂട്ടിയാൽ മതി. 3 ഇത് ഛേദം 2 ഒരുപോലെ ആയതുകൊണ്ട് കൂട്ടി എഴുതിയാൽ മതി. 3/5. അതായത് 3, 3/5. അപ്പൊ ഇവിടെ എത്രയാ കൂട്ടിയേ? 2/5 കൂട്ടി. ഇനി 3ഉം 3/5 കൂടെ എത്ര കൂട്ടിയാലാണ് 4 കിട്ടുക? 3 + 3/5 + 2/5. 3 + 1 വരണമല്ലോ 4. അപ്പൊ 3 + 3/5 + 2/5. 3 + 5/5. ഛേദം ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ കൂട്ടി എഴുതിയാൽ മതി. അതായത് 3 + 1 = 4. അപ്പൊ ഇവിടെ നമ്മൾ 2/5 കൂട്ടി. ഇനി നമുക്ക് എളുപ്പമാണ്.
4ന്റെ കൂടെ 2/5 കൂട്ടുമ്പോൾ 4ഉം 2/5. ഇനി 4ഉം 2/5ന്റെ കൂടെ വീണ്ടും 2/5 കൂട്ടും. അങ്ങനെയാണ് ഇത് പോയേക്കുന്നത്. 4ഉം 2/5ന്റെ കൂടെ വീണ്ടും 2/5 കൂട്ടിയാൽ 4ഉം 4/5 കിട്ടും. 4 + 2/5 ആണത്. 4ഉം 4/5 കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. 4ഉം 4/5. ഇവിടെ എല്ലാം 2/5 2/5 2/5 കൂട്ടി കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. 3ഉം 5 അങ്ങനെ 3 + 5 എഴുതാം. അതിൻ്റെ കൂടെ 2/5 കൂട്ടുമ്പോൾ 3 3/5. 3ഉം 3/5ന്റെ കൂടെ വീണ്ടും 2 3 1 4. ഇവിടെ 4ആണ്. 3 3/5ന്റെ കൂടെ 2/5 കൂട്ടി നോക്കാം. 3 + 5/5 3 + 1 4. അപ്പം 4ന്റെ കൂടെ 2/5 കൂട്ടുമ്പോൾ 4ഉം 2/5. ഇനി 4ഉം 2/5ന്റെ കൂടെ വീണ്ടും 2/5 കൂട്ടുമ്പോൾ 4ഉം 4/5. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ നമുക്ക് നോക്കാം. 10 10 14 30. 2ഉം 10 10 4ഉം 14 14ഉം 16 30. ഈ സംഖ്യാശ്രേണിയുടെ പ്രത്യേകത എന്താ? ഇവിടെ 2ന്റെ സ്ക്വയർ, ഇവിടെ 4ന്റെ സ്ക്വയർ, ഇനി ഇവിടുത്തെ അതിൻ്റെ സ്ക്വയർ വേണം ഇവിടെ കൂട്ടാൻ. 16ന്റെ സ്ക്വയർ. 16ന്റെ സ്ക്വയർ എന്ന് പറയാൻ സ്ക്വയർ കാണാൻ ഒരു എളുപ്പവഴിയുണ്ട്. 16ന്റെ സ്ക്വയർ, അതായത് ആദ്യം 6ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 1ന്റെ സ്ക്വയർ എഴുതുക ഇവിടെ, പിന്നെ ഇത് 3ഉം കൂടെ ഗുണിക്കുക. 6 × 2 × 1 ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതുക. 2ഉം 6ഉം 1 കൂടെ ഗുണിക്കുക, എന്നിട്ട് കൂട്ടുക. 256. അപ്പോൾ ഈ 16ന്റെ സ്ക്വയർ 256ആണ്. നമുക്ക് 256ഉം ഇതും കൂടെ കൂട്ടണം. +30ഉം കൂടെ കൂട്ടിയാൽ 286 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഇവിടെ ഈ സംഖ്യാശ്രേണി പോയേക്കുന്നത് എങ്ങനെയാ? ഇവിടെ 2ന്റെ സ്ക്വയർ 4, ഇവിടെ 4ന്റെ സ്ക്വയർ കൂട്ടി 16. 16ന്റെ സ്ക്വയർ കൂട്ടണം അടുത്ത. 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16. ഇനി 16ന്റെ സ്ക്വയർ കൂട്ടുക. 256 30ഉം കൂടെ കൂട്ടി 286. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതിന്റെ പ്രത്യേകത നോക്കാം. ഈ സംഖ്യാശ്രേണിയുടെ ഇവിടെ 10ഉം 8ഉം കൂട്ടി 18, 18ഉം 27ഉം കൂട്ടി 45, 45ഉം 64ഉം കൂട്ടി 109. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എഴുതുക ആദ്യം. ഇനി ഈ ഗ്യാപ്പിന്റെ പ്രത്യേകത എന്തുവാന്ന് നോക്കുക. ഇത് 2 ക്യൂബ്, ഇത് 3 ക്യൂബ്, ഇത് 4 ക്യൂബ്, ഇനി 5 ക്യൂബ് കൂട്ടണം. അതായത് 5 ഈ 109ന്റെ കൂടെ 5 ക്യൂബ് കൂട്ടണം. 125. 109ന്റെ കൂടെ 125 കൂട്ടുക. 234. ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് ഇവിടെ 8 കൂട്ടി 10 8ഉം 18 18 27 45 45 64 109. ഇവിടെ 2ന്റെ ക്യൂബ് കൂട്ടി, 3ന്റെ ക്യൂബ് കൂട്ടി, 4ന്റെ ക്യൂബ് കൂട്ടി, ഇനി 5ന്റെ ക്യൂബ് കൂട്ടണം. 125. 109ന്റെ കൂടെ 125 കൂട്ടുക. 234. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ നമുക്ക് ഇതിന്റെ ഈ ഭിന്നസംഖ്യകളുടെ പ്രത്യേകത എന്തുവാന്ന് നോക്കാം. അംശങ്ങൾ എത്ര വെച്ചാ കൂട്ടി വെച്ചേക്കുന്നത്, ഛേദങ്ങൾ എത്ര വെച്ചാ കൂട്ടി വെച്ചേക്കുന്നത് നോക്കാം. ഇവിടെ ഛേദം ഇവിടെ 2 കൂട്ടി, ഇവിടെ 5 4 9, പിന്നെ 9 8 17. ഛേദങ്ങളെല്ലാം 2 കൂട്ടി 4 കൂട്ടി 8 കൂട്ടി. ഇനി അംശത്തിന്റെ വ്യത്യാസം നോക്കാം. 1 1 2, 2 2 4, 4 3 7. ഇവിടെ എണ്ണൽ സംഖ്യകളാണ് കൂട്ടിയേക്കുന്നത് അംശങ്ങൾ. അതായത് ഓരോന്ന് വീതം കൂടി വന്നു. 1 1 2 3. ഇനി അടുത്തത് 4 കൂടണം. 7ന്റെ കൂടെ 4 കൂടുക, 11. ഇനി ഇവിടെ 2 കൂട്ടി, ഇവിടെ 4 കൂട്ടി, ഇവിടെ 8 കൂട്ടി. ഇനി ഇവിടെ എത്ര കൂട്ടണം? 2ന്റെ സ്ക്വയർ, ഇവിടെ 2 4, 2ന്റെ സ്ക്വയർ 4, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, ഇനി 8ന്റെ ഇരട്ടി 16 വരും. 16ഉം 17ഉം കൂടെ വന്നാൽ 33 വരും. 11/33. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതിന്റെ കൂടെ പറയാം. ഇവിടെ അംശങ്ങൾക്കും ഛേദങ്ങൾക്കും വന്ന വ്യത്യാസമൊക്കെ നോക്കുമ്പോൾ എത്ര വന്നത് നമുക്കൊരു പ്രത്യേക ബന്ധം കാണുന്നില്ല. ഇനി നമുക്ക് അംശങ്ങളും ഛേദങ്ങളും തമ്മിലുള്ള പ്രത്യേക ബന്ധം നോക്കാം. ഇവിടെ 2 കൂട്ടി ഛേദം, 3 2 5. ഇനി ഇവിടെ 5ന്റെ കൂടെ 4 കൂട്ടി 9, 9ന്റെ കൂടെ 18 കൂട്ടി. ഇനി ഇവിടെ 2 കൂട്ടി 4 കൂട്ടി 18 കൂട്ടി. 2ന്റെ ഇരട്ടി 4, 2 4, 3 2 5, 5 4 9, 9ഉം 8ഉം 17. ഇവിടെ 2 കൂട്ടി 2ന്റെ ഇരട്ടി കൂട്ടി 4, 4ന്റെ ഇരട്ടി കൂട്ടി 8, ഇനി 8ന്റെ ഇരട്ടി കൂട്ടണം 16. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 4 4 8, 8 8ഉം 16. ഇനി 16 കൂട്ടണം. ഇവിടെ അംശം 1 2,
രണ്ടും രണ്ടും 4, 4 3 7, 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി ഇനി 4 കൂട്ടണം. അംശം എല്ലാം 1 2 3 4 അങ്ങനെ കൂട്ടും. 7ൻ്റെ കൂടെ 4 കൂട്ടിയാൽ എത്ര വരും? 11. ഇനി ഇവിടെ 2 കൂട്ടി 2ൻ്റെ ഇരട്ടി 4 കൂട്ടി 4ൻ്റെ ഇരട്ടി 4 4 8. ഇനി 8 8 16 കൂട്ടണം. ഈ 17ൻ്റെ കൂടെ 16 കൂട്ടുക, 33 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 11/33. ശ്രേണികളുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. അതായത് 8 11 14 -20 23. അപ്പോൾ ഇവിടെ കൂടിയാണ് വന്നേക്കുന്നത്. ഇവിടെ 3 കൂടി, ഇവിടെ 3 കൂടി, ഇവിടെ 3 കൂടി. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം 3 വീതം കൂടി. അപ്പോൾ ഈ 14ൻ്റെ കൂടെ 3 കൂട്ടിയാണ് 17. ഇവിടെ 3 കൂടി. എല്ലാത്തിലും 3 വീതം കൂട്ടിയാണ്. അതുകൊണ്ട് 17 ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 8ൻ്റെ കൂടെ 3 കൂടി, 11ൻ്റെ 3 കൂടി, 11ൻ്റെ കൂടെ 3 കൂടി, 14ൻ്റെ കൂടെ 3 കൂടി, 17ൻ്റെ കൂടെ 3 കൂടി, 20ൻ്റെ കൂടെ 3 കൂടി. ഇനി ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാമല്ലോ. ഇവിടെ കൂട്ടി നോക്കിയിട്ടും കുറച്ച് നോക്കിയിട്ടും കഴിച്ച് നോക്കിയിട്ടും ഒന്നും ഒരു പ്രത്യേകത കാണുന്നില്ല. ഇനി നമുക്ക് ഗുണിച്ച് നോക്കാം. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിൽ പിടി ചെയ്യും. 5 2 10, 10 3 30. 2 ഗുണിച്ചു 3 ഗുണിച്ചു 30 × 4 120. ഇനി 5 ഗുണിച്ചാൽ മതി. 2 ഗുണിച്ച് ഇവിടെ എഴുതി, 3 ഗുണിച്ച് ഇവിടെ എഴുതി, 4 ഗുണിച്ച് ഇവിടെ എഴുതി. ഇവിടെ 120 × 5. 12ൻ്റെ ടേബിൾ അറിയാം. 12 5 60. 60 പിന്നെ ഒരു 0 കൂടെ കൊടുത്താൽ മതി. 112 5 ടേബിൾ എഴുതിയിട്ട് ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ 120 അല്ലേ, 600 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അറിയുന്നത് ഒരു യുക്തി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ചിലത് പകുതി ആയിരിക്കും വരുന്നത്, ചിലത് കൂടിയായിരിക്കും വരുന്നത്, ചിലത് കുറച്ചായിരിക്കും വരുന്നത്, ചിലത് ഡിവൈഡ് ചെയ്ത് പകുതി ആകുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് പോകാം. ചിലത് 4 വെച്ച് ഡിവൈഡ് ചെയ്തായിരിക്കും വരുന്നത്, ചിലത് ക്യൂബുകൾ കൂട്ടിയായിരിക്കും വരുന്നത്, ചിലത് 2ൻ്റെ ക്യൂബ് 3ൻ്റെ ക്യൂബ് 4ൻ്റെ ക്യൂബ് അതെല്ലാം കുറച്ചായിരിക്കും വരുന്നത്. 2ൻ്റെ ക്യൂബ് 3ൻ്റെ ക്യൂബ് 4ൻ്റെ ക്യൂബ് കൂട്ടിയാണ് വരുന്നത്. പിന്നെ 5ൻ്റെ ക്യൂബ് കൂട്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെടും. ശ്രീനിവാസിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ തുടരുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ എക്സാം ഹാളിൽ വളരെ നല്ലതുപോലെ നമുക്ക് സ്പീഡിൽ ടൈം വേസ്റ്റ് ചെയ്യാതെ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ ഓൾ.